നമസ്കാരം. ഇന്ന് നമുക്ക് ധൈര്യത്തെക്കുറിച്ചൊരു കിഡിലൻ കഥ കേട്ടാലോ? ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓടി ഒളിക്കാനാണോ നമുക്ക് തോന്നാറ്? എന്നാൽ അതിനു പകരം എങ്ങനെ അതിനെ നേരിടാമെന്ന് കാണിച്ചു തരുന്ന ഒരു സംഭവകഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥ നടക്കുന്നത് പുരാതന നഗരമായ കാശിയിലാണ്. കേട്ടിട്ടില്ലേ കാശിയിലെ കുരങ്ങന്മാരെപ്പറ്റി? ഭയങ്കര വികൃതികളാ. ആളുകളെ ശല്യം ചെയ്യുന്നതിൽ ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് അവർക്ക്. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ നമ്മുടെ കഥയുടെ തുടക്കം അത്ര സമാധാനപരമായിരിക്കില്ലെന്ന്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ കഥാനായകൻ വരുന്നത്. സാക്ഷാൽ സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം വളരെ ശാന്തനായി ആ തെരുവിലൂടെ അങ്ങ് നടന്നുപോകുകയാണ്. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ഒരു പ്രകോപനവുമില്ലാതെ ഒരു കൂട്ടം കുരങ്ങന്മാർ അലറിക്കൊണ്ട് സ്വാമിജിയുടെ നേരെ പാഞ്ഞു വന്നു. വെറുതെ വന്നതല്ല, അദ്ദേഹത്തിന്റെ കാൽ കടിക്കാൻ വരെ ശ്രമിച്ചു. ഇങ്ങനൊരു സാഹചര്യത്തില് നമ്മളാണെങ്കിൽ എന്തു ചെയ്യും? പേടിച്ചോടും, അല്ലേ? സ്വാമിജിയും അതുതന്നെയാണ് ആദ്യം ചെയ്തത്. രക്ഷപ്പെടാനായിട്ട് അദ്ദേഹം ഓടാൻ തുടങ്ങി. പക്ഷേ ഒരു കാര്യമുണ്ടായി. അദ്ദേഹം ഓടുന്തോറും ഈ കുരങ്ങന്മാർക്ക് വീരും വാശിയും കൂടിക്കൂടി വന്നു. അവ അദ്ദേഹത്തെ കൂടുതൽ ശക്തിയോടെ കടിക്കാനായി പിന്നാലെ ഓടി. ശരിക്കും പറഞ്ഞാൽ ഓട്ടം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയായിരുന്നു. അങ്ങനെ ഓടുന്നതിനിടയിലാണ് ആ ശബ്ദം കേട്ടത്. അവിടെയുണ്ടായിരുന്ന ഒരു അപരിചിതൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, "ഓടരുത്, നേരിടുക." ആ ഒരൊറ്റ വാചകം, അത് മതിയായിരുന്നു കഥയുടെ ഗതി മാറ്റാൻ. ആ വാക്കിന്റെ ഒരു ശക്തി നോക്കണേ. കേട്ട പാതി കേൾക്കാത്ത പാതി സ്വാമിജി തന്റെ ഓട്ടം നിർത്തി. നിന്നെന്നു വെച്ചാൽ ഒരു പാറ പോലെ ഉറച്ചു നിന്നു. വെറുതെ നിൽക്കുകയല്ല അദ്ദേഹം ചെയ്തത്. നേരെ തിരിഞ്ഞ് തന്നെ പേടിപ്പിച്ച ആ കുരങ്ങന്മാരെ ഉഗ്രമായിട്ടൊന്ന് ശകാരിച്ചു. ഭയത്തെ നേർക്കുനേർ നേരിടുകയായിരുന്നു അദ്ദേഹം. അതിന്റെ ഫലമെന്തായിരുന്നുവെന്നല്ലേ? അതിഗംഭീരമായിരുന്നു. സ്വാമിജിയുടെ ആ ഒരൊറ്റ നോട്ടത്തിലും ശാസനയിലും ആ കുരങ്ങന്മാരെല്ലാം പേടിച്ച് നാലുപാടും ചിതറിയോടി. നോക്കണേ, ആ ഭീഷണി അവിടെ തീർന്നു. അപ്പോ ഈ കഥ ഇവിടെ തീരുന്നില്ല. ഇതിൽ നിന്ന് നമുക്കെന്താണ് മനസ്സിലാക്കാനുള്ളത്? എന്താണ് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത്? വളരെ ലളിതമാണ് കാര്യം. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ കാണുമ്പോൾ ഓടിയൊളിക്കുന്നത് അത് ഭീരുത്വമാണ്. അതാണ് ഈ കഥയുടെ കാതൽ. അപ്പോൾ വിജയത്തിലേക്കുള്ള വഴി ഏതാണ്? ഓർക്കുക, പ്രശ്നങ്ങളിൽ നിന്ന് ഓടിയൊളിക്കുന്നത് ഭീരുത്വമാണ്. പിന്നെ ഭീരുവായ ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും വിജയിക്കാൻ പറ്റില്ല. നമ്മളെ അലട്ടുന്ന ഭയമായാലും കഷ്ടപ്പാടുകളായാലും എന്തിന് നമ്മുടെ അറിവില്ലായ്മ പോലും, നമ്മളതിനെ നേർക്കുനേർ കാണുമ്പോൾ മാത്രമേ അത് നമ്മളെ വിട്ട് ഓടിപ്പോകുകയുള്ളൂ. അതുകൊണ്ട് നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. ഭീരുവായ ഒരാൾക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. വിജയം എപ്പോഴും ധൈര്യശാലികൾക്കുള്ളതാണ്. നമ്മൾ ഈ കേട്ട കഥ സചിത്ര ബാലകഥകൾ എന്ന പുസ്തകത്തിൽ നിന്നുള്ളതാണ്. പോകുന്നതിനു മുൻപ് ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ പേടിപ്പിക്കുന്ന കുരങ്ങന്മാരേതൊക്കെയാണ്? ഓടിയൊളിക്കാനാണോ അതോ അവയെ നേരിടാനാണോ നിങ്ങളുടെ തീരുമാനം?